18/12/1982. 1:18 PM. മൈസൂറാണ്. മൈസൂർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളെ നേരത്തെ പുള്ളിക്കാരുണ്ടല്ലോ, അയാളുടെ രണ്ടാമത്തെ ഭാര്യ. സെക്കൻഡ് മാരേജിന്റെ ഇത്രയും കോമ്പിനേഷൻസ് നമ്മൾ കിട്ടി. ലഗ്നം രാഹു, ശനി, വ്യാഴം, ബുധൻ, ശുക്രൻ, കേതു, രവി, ചൊവ്വ, ചന്ദ്രൻ. 7th ലോർഡ് ബുധൻ എന്ത് ചെയ്യുന്നു? ഡ്യുവൽ സൈൻ. നോക്കിക്കോണം, ബുധൻ CSL ആണല്ലോ. അപ്പൊ ബുധന്റെ എണ്ണല് ശുക്രൻ. സബ്ലോഡ് ചൊവ്വ. 9, 10, 3, 8, 4, 7. ശുക്രൻ 9, 3, 8. ചൊവ്വ 10, 10, 5, 2, 9. പിന്നെ ഈ ശുക്രൻ തന്നെ 6ന്റെ CSL കൂടെയാണ്. ഇവിടത്തെ നിയമം നോക്കിക്കോളൂ. ഇവിടെ ഫസ്റ്റ് നിയമം, ഏഴാം ഭാവാധിപൻ അല്ലെങ്കിൽ 7ന്റെ ഭാവത്തിന്റെ സബ്ലോഡായ പ്ലാനറ്റ് ഡ്യുവൽ സൈനിൽ നിൽക്കുക. അപ്പൊ ഇവിടെ 7ന്റെ ഭാവാധിപൻ തന്നെ ബുധൻ ഡ്യുവൽ രാശിയിൽ നിന്നു. 7ന്റെ സബ്ലോഡും ആരായിരുന്നു? 7ന്റെ സബ്ലോഡും ബുധൻ തന്നെയാണ്, അല്ലേ? അത് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ നിയമത്തെ ഒത്തില്ലേ? ഡ്യുവൽ സൈനിലായില്ലേ? ഡ്യുവൽ സൈനിന് അറിയാലല്ലേ ഏതൊക്കെയാണ് ഡ്യുവൽ സൈൻ എന്ന്? കന്നി, മിഥുനം, മീനം. കണ്ട, ഈ 4 കോൺ രാശികൾ. ഈ കോൺ രാശി നിൽക്കുക ബുധൻ വന്നു ഡ്യുവൽ സൈൻ. 7ന്റെ അധിപൻ തന്നെ ബുധനായി, 7ന്റെ സബ്ലോഡ് ബുധനായി. അപ്പോൾ അതെല്ലാം സെക്കൻഡ് മാരേജിനെ സൂചിപ്പിക്കുന്നു. ഇനി 7ന്റെ സബ്ലോഡിന്റെ എണ്ണൽ ആരാണ്? ശുക്രനാണ്. ഈ ശുക്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത്? ഡ്യുവൽ സൈൻ. ശുക്രൻ നിൽക്കുന്നത് ധനുരാശിയില്, ഡ്യുവൽ സൈനിലല്ലേ നിൽക്കുന്നത്? രാശി നിൽക്കുന്നത് ഡ്യുവൽ സൈൻ. നമ്മൾ നേരത്തെ പഠിച്ചു, 7ന്റെ CSL ആയ പ്ലാനറ്റ് ബുധനാവുക, പിന്നെ 7ന്റെ CSL ഡ്യുവൽ സൈനിൽ നിൽക്കുക, ഇനി 7ന്റെ CSL ആയ പ്ലാനറ്റിന്റെ NL ബുധനാവുക. ഇനി ഇവിടെ ഏത് പ്ലാനറ്റ് ആയിരുന്നാലും അവന്റെ നക്ഷത്രാധിപതി നിൽക്കുന്നത് ഡ്യുവൽ രാശിയിലാവുക. അങ്ങനെ കോമ്പിനേഷൻ വരുമ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ രാശികളിൽ വിവാഹം കാണിക്കുന്നുണ്ട്. പിന്നെ അതാ കാണിക്കുന്നുണ്ട് 9 7ന്റെ 3. അപ്പോൾ അത് സെക്കൻഡ് മാരേജിന്റെ ഫലം കാണിക്കുന്നതാ. ഇവിടെ വിവാഹ ജീവിതം 8 ഫലം കാണിച്ചു, ദുഃഖം കൊടുത്തു. ഇനി ഈ ശുക്രൻ തന്നെ 6ന്റെ CSL ആണ് കേട്ടാ, 6ന്റെ CSL ആണ്. അപ്പൊ ഈ കുട്ടി ഇയാളെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നേരത്തെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്. ആ വിവാഹ കാലവും വളരെ ചുരുങ്ങിയ കാലമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് അതുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇയാള് നമ്മൾ ആദ്യത്തെ പുള്ളിക്കാരനെ, രണ്ടാമത് നമ്മൾ പറഞ്ഞ ആളെ വിവാഹം കഴിച്ചത്. ഇപ്പൊ ഇവര് തമ്മിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവരും സെക്കൻഡ് മാരേജ് ആയിരുന്നു, മറ്റേ ആളും സെക്കൻഡ് മാരേജ് ആയിരുന്നു. ആ കാര്യം മനസ്സിലായല്ലോ? ഇവരുടെ ഫസ്റ്റ് മാരേജ് അല്ല. ഇവര് ആദ്യം വിവാഹം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ആയിട്ട് ഇപ്പൊ വന്ന ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ അങ്ങനെ വരുമ്പോ 9 കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല? രണ്ടാം ഭാഗത്തിന് 9 ഉണ്ടല്ലോ സാറേ. ഇവിടെ 9 ഇല്ലേ? 9 കണക്കല്ലേ? ഇനി രണ്ടാം ഭാഗത്തിന് സാറ് രണ്ടാം ഭാഗത്ത് 9 ഒന്നും കണക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞ നിയമങ്ങൾ ഇവിടെ കിടക്കില്ലേ? ബുധനാവുക, അത് ഡ്യുവൽ രാശിയിൽ നിൽക്കുക, ഇത് മതിയല്ലോ. ഇനി ഞാൻ ഒരു സംശയം ചോദിച്ചത്, ഇവിടെ 7ാം ഭാവം കാണിച്ചില്ലല്ലോ, 7th ഭാവത്തിന്റെ സിഗ്നിഫിക്കേഷൻ വന്നില്ലല്ലോ. പിന്നെ എങ്ങനെ കല്യാണം നടക്കും? അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? 7ന്റെ പ്ലാനറ്റ് ആയിട്ട് ബന്ധം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, NL ലെവലില് 2, 7, 11 വരുമ്പോഴാണ് വിവാഹത്തിന്റെ സൂചന കിട്ടുന്നത്. വിവാഹം നടക്കുക എന്നുള്ള ഫലം വരുന്നത് അവിടെ റിസൾട്ട് ലെവലിൽ. അതിൽ വരണം, 1, 2 വേണം, അല്ലെങ്കിൽ 7 വേണോ ഒന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ വേറൊരു ആൾ ഇവിടെ ഉണ്ട്. ആരാണെന്നറിയോ സാർ? 7ന്റെ NL ശുക്രനായതുകൊണ്ടാണോ? യെസ്, 7ന്റെ NL ശുക്രനാണ്. ശുക്രൻ എന്തിന്റെ കാരകനാണ്? വിവാഹകാരകൻ. ഓക്കെ, ഇപ്പം ഈ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? വ്യാഴം വന്നു കഴിഞ്ഞാൽ 5ന്റെ കാരകനാണ്.
ശുക്രൻ 7ന്റെ കാരകനാണ്, ശനി 8ന്റെ കാരകനാണ്. അവരെല്ലാം എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ ആ ഭാവം അവിടെ വന്നതിന് തുല്യമാണ്. പിടികിട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. സിഗ്നിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സിഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാനറ്റ് ആണ് സിഗ്നിഫിക്കേറ്റർ. ആ പ്ലാനറ്റിന്റെ നൈസർഗിക കാരകത്തിൽ ആ സിഗ്നിഫിക്കേഷൻ ഉണ്ടെന്നാണ് ഈ പറഞ്ഞത്. അതെ. ഇത് നമ്മൾ നിയമം പഠിച്ചിട്ടുണ്ട് സാറേ, നോട്ടിൽ എടുത്ത് നോക്കിയാൽ അറിയാം. അത് ഓർമ്മയുണ്ട്. ഓർമ്മയില്ല? SL NL ഇതിലൊന്നും വരേണ്ട ആവശ്യമില്ല. ആ പ്ലാനറ്റ് വന്നാൽ SL NL ഇവരൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇത്രയും പിടികിട്ടിയ സെക്കൻഡ് മാരേജ്. ഇത് സെക്കൻഡ് മാരേജ് നടക്കുമ്പോഴേ അതിനകത്ത് സെക്സ് വീണ്ടും പ്രോബ്ലം ഉണ്ടാക്കുമോ? അപ്പോ ഉണ്ടാകും സാറേ, ഉണ്ടാക്കാതെ ഇരിക്കുകയൊന്നുമില്ല, ഉണ്ടാകും. 6th വിഷയം ഉണ്ടാകും. പിന്നെ ഒരുവിധ അസുഖമായിരിക്കാം, വഴക്കായിരിക്കാം, അതൊക്കെ ഉണ്ടാവും. എത്ര അടുത്ത് 2ാമത് വിവാഹം കഴിച്ചിട്ടും ആടിപിടിയും ബഹളമൊക്കെ ആയിട്ട് കിടക്കും. പിന്നെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവർ പിരിയാൻ സാധ്യത. പിന്നെ ഇതേപോലെ 6ന്റെ ഇതൊക്കെ കാണിക്കുമ്പോഴേ ഡിവോഴ്സിലൊക്കെ പോകുള്ളൂ. പിന്നെ 9ന്റെ ബലം കൂടെ കയറി വരുമല്ലോ, 2ാമതൊരു വിവാഹം എന്നുള്ള. അവർ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇവരൊക്കെ. കേട്ടോ സാർ? ഇവര് രണ്ടുപേരുടെയും NL ലെവലില് 9 സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് മാരേജ് ആണ്. 9 വരുമ്പോ തന്നെ സെക്കൻഡ് മാരേജ് കാണിക്കുന്നത്. അതെ.